രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നിഗംബോധ് ഘട്ടിൽ നടത്തിയതിലൂടെ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ അപമാനിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം വാദിച്ചത്. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിലും രാഷ്ട്രീയം കളിച്ച് കോൺഗ്രസ് നേതാവ് എന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം. അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഭാരതമാതാവിന്റെ മഹാനായ പുത്രനും സിഖ് സമുദായത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ജിയുടെ അന്ത്യകർമ്മങ്ങൾ നിഗംബോധ് ഘട്ടിൽ നടത്തിയതിലൂടെ ഇപ്പോഴത്തെ സർക്കാർ അദ്ദേഹത്തെ പൂർണ്ണമായും അപമാനിച്ചിരിക്കുന്നു എന്നാണ്. മൻമോഹൻ സിംഗിന്റെ സംസ്കാരത്തിനും സ്മാരകത്തിനുമായി പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന് കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. വാജ്പേയി മരിച്ചപ്പോൾ പ്രത്യേക സ്ഥലം അനുവദിച്ചതും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നിഗംബോധ് ഘട്ടിൽ നടത്തി സ്മാരകത്തിന് മറ്റൊരു സ്ഥലം അനുവദിക്കാമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. സ്മാരകത്തിനായി സർക്കാർ സ്ഥലം അനുവദിക്കുമെന്ന് ക്യാബിനറ്റ് യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അറിയിച്ചിരുന്നു. നിഗംബോധ് ഘട്ടിൽ തന്നെ അന്ത്യകർമ്മങ്ങളുമായി മുന്നോട്ടു പോകാനായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് സ്മാരകം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഇതോടെ ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കാത്ത സ്നേഹം ഇപ്പോൾ എന്തിനാണ് കോൺഗ്രസ് കാണിക്കുന്നത് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അതേസമയം പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയ്ക്കെതിരെ BJP കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് 28 മിനിറ്റ് മുമ്പ് മരിച്ചെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തെന്ന് അമിത് മാളവ്യ ആരോപിച്ചു. ആശുപത്രി പ്രസ്താവന പ്രകാരം മരണം സംഭവിച്ചത് 9:51-നാണ്. ഗാന്ധി കുടുംബത്തെ പതിറ്റാണ്ടുകൾ സേവിച്ചതിനുള്ള പ്രതിഫലമാണോ ഇതെന്നും മൻമോഹൻ സിംഗ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് കൂടുതൽ ബഹുമാനം അർഹിക്കുന്നുണ്ടെന്നും അമിത് മാളവ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. രാജ്യത്തെ സമുന്നതരായ നേതാക്കളിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. വർഷങ്ങളോളം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഏറെ ശ്രദ്ധേയമാണെന്ന് മോദി പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് മരണവും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതേസമയം ഇപ്പോൾ മൻമോഹൻ സിംഗ് മുൻപ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മാധ്യമങ്ങൾ കാണിച്ചതിനേക്കാൾ കൂടുതൽ ദയ ചരിത്രം എന്നോട് കാണിക്കും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. തനിക്കെതിരായ വൻ അഴിമതി ആരോപണങ്ങൾക്കിടയിലും ചില വ്യക്തി ആക്രമണങ്ങൾക്കിടയിലും സ്ഥാനം ഒഴിഞ്ഞപ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നിരവധി ഓർമ്മകളും നേട്ടങ്ങളും സമ്പന്നമായ ഒരു പാരമ്പര്യവും അവശേഷിപ്പിച്ചാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞത്. 2004 മെയ് 22 മുതൽ 2014 മെയ് 26 വരെ ഇന്ത്യയുടെ 14ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 1971 കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, RBI ഗവർണർ തുടങ്ങിയ സുപ്രധാന പദവികൾ അദ്ദേഹം വഹിച്ചു. 1991 മുതൽ 1996 വരെ ധനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ രാജ്യത്തിനു വേണ്ടി അദ്ദേഹം നിരവധി സാമ്പത്തിക ഉദാരവൽക്കരണ പദ്ധതികൾക്ക് നേതൃത്വം നൽകി. 1991 അദ്ദേഹം ധനമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ ഇന്ത്യ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. കൂടാതെ ഇന്ത്യയുടെ വിദേശ കരുതൽ നാണ്യശേഖരത്തിലും കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം വരുത്തിയ പരിഷ്കാരങ്ങളിലൂടെ അവയെല്ലാം തിരിച്ചുപിടിക്കാൻ ഇന്ത്യക്കായി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, കയറ്റുമതി ഇറക്കുമതി നിയമങ്ങൾ ലഘൂകരിക്കൽ തുടങ്ങി നിരവധി പരിഷ്കാരങ്ങൾ നടത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഇത്തരക്കാരുടെ കൈകളിൽ വരുമാനമെത്താനുള്ള വഴികൾ ഇദ്ദേഹം ഉറപ്പാക്കി. അതിലൂടെ അവർക്ക് കൂടുതൽ ചെലവഴിക്കാൻ അവസരമൊരുക്കി. ഇന്ത്യയെ ഒരു ബിസിനസ് സൗഹൃദ രാജ്യമാക്കി മാറ്റി. രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പതിയെ കരകയറി തുടങ്ങി. ഈ യോഗ്യതകൾ നേടിയെടുത്ത അദ്ദേഹം 2004 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എളിമ നിറഞ്ഞ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴും അദ്ദേഹം തന്റെ ഉറച്ച നിലപാടുകളിൽ മാറ്റം വരുത്തിയിരുന്നില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉയർന്നു. താങ്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ അഭിനന്ദിച്ച് പൊതുപ്രവർത്തകരിൽ ചുരുക്കം ആളുകളിൽ ഒരാളാണ് അദ്ദേഹം എന്നാണ് 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മൻമോഹൻ സിംഗ് ഒഴിഞ്ഞപ്പോൾ മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ അദ്ദേഹത്തെ പ്രശംസിച്ച് പറഞ്ഞത്.
മൻമോഹൻ സിംഗ് പല കാര്യങ്ങളിലും വിമുഖനായ പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രി പദത്തിലേറാൻ മറ്റനേകം പേരുകൾ ഉണ്ടായിട്ടും മൻമോഹൻ സിംഗിനെയാണ് അവർ തെരഞ്ഞെടുത്തത്. സാമ്പത്തിക വിദഗ്ധനായ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ ചില കാര്യങ്ങളോട് വിമുഖത കാണിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പ്രതിസന്ധികളെ വളരെ വേഗത്തിൽ മറികടന്നിരുന്നു. ഉദാഹരണത്തിന് ഇന്ത്യ-US ആണവ കരാർ പാസാക്കാൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു അദ്ദേഹം. അതിനായി തന്റെ സർക്കാരിനെ അപകടത്തിലാക്കാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. സോണിയാഗാന്ധി അദ്ദേഹത്തിന്റെ ഈ നിശ്ചയദാർഢ്യം തിരിച്ചറിയുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. കുറ്റക്കാരനായ MP-മാരെയും MLA-മാരെയും അയോഗ്യനാക്കുന്നതിനുള്ള സുപ്രീം കോടതി ഉത്തരവ് നിരാകരിക്കാനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ചതിന് UPA സർക്കാരിനെ രാഹുൽ ഗാന്ധി പരസ്യമായി കുറ്റപ്പെടുത്തിയപ്പോൾ നാണക്കേട് നേരിടുകയും മൻമോഹൻ സിംഗിന്റെ വേദന അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ അടുത്തറിയുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കയിലായിരുന്നു. TR ബാലുവിനെ പോലെയുള്ള ചില നേതാക്കളെ മന്ത്രിമാരാക്കിയില്ലെങ്കിൽ രണ്ടാം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് DMK ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്റെ അഭിമാനം പണയം വെക്കേണ്ടി വന്നു. സ്വയം മന്ത്രിസഭയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കാതിരുന്നിട്ടും കോൺഗ്രസിൽ നിന്ന് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഡോക്ടർ സിംഗ് തല ഉയർത്തിപ്പിടിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ വിദേശ രാജ്യങ്ങൾ സന്ദർശനങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുകയും പരക്കെ ആദരിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ മൻമോഹൻ സിംഗിനെതിരെ രാഹുൽ ഗാന്ധി പരസ്യമായി രംഗത്ത് വന്ന ആ വാർത്താ സമ്മേളനവും ചർച്ചയായിരുന്നു. 2013 സെപ്റ്റംബർ 27 രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. ഇതിനു പിന്നാലെ പ്രഖ്യാപനങ്ങളും നടത്തി. മൻമോഹൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് സമ്പൂർണ്ണ അബദ്ധമാണ്, അത് കീറി വലിച്ചെറിയണമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ക്യാമറകൾ നോക്കി ഓർഡിനൻസ് വലിച്ചു കീറി. ഇതിൽ പരം അപമാനം മൻമോഹൻ സിംഗ് നേരിടാനുണ്ടായിരുന്നില്ല. മന്ത്രിസഭയുടെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തി സ്വന്തം പാർട്ടി തന്നെ രംഗത്തെത്തിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ വെട്ടിലാക്കി. രാഷ്ട്രീയ നിയോഗമായി കണ്ട് അതിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച രാഷ്ട്രീയക്കാരനായിരുന്നില്ല മൻമോഹൻ സിംഗ്. അദ്ദേഹം പ്രധാനമന്ത്രിയായി വരേണ്ടത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നില്ല. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം രാഷ്ട്രീയം സ്വീകരിച്ചത്. എന്തായിരുന്നു ഓർഡിനൻസ് എന്ന് നോക്കാം. 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന് സുപ്രീം കോടതി വിധിച്ചു. 2013 ജൂലൈ 10-നായിരുന്നു നിർണായക വിധി. ഈ ഉത്തരവിനെ മറികടക്കാൻ പഠിച്ച പണി 18 പയറ്റി മൻമോഹൻ സർക്കാർ. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ട RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെ രക്ഷിക്കാൻ സുപ്രീം കോടതി വിധിക്ക് മുകളിലായി ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനിച്ചു. കോടതി വിധി വന്ന് 2 മാസത്തിനു ശേഷം ഓർഡിനൻസ് കൊണ്ടുവന്നു. ജനപ്രതിനിധികൾ ശിക്ഷിക്കപ്പെട്ടാൽ സുപ്രീം കോടതി വരെയുള്ള നടപടികൾ പൂർത്തിയായതിനു ശേഷമേ സ്ഥാനത്ത് നിന്ന് നീക്കാവൂ എന്നായിരുന്നു ഓർഡിനൻസ്. അഴിമതി കേസുകളിലും മറ്റുമായി ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധിമാരെ ശിക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായിരുന്ന BJP നിശ്ചിതമായി വിമർശിച്ചു. ഇതിനിടെയാണ് അമേരിക്ക സന്ദർശിക്കാൻ മൻമോഹൻ സിംഗ് പോയ വേളയിൽ രാഹുലിന്റെ പത്രസമ്മേളനവും ബിൽ കീറിയെറിയലും നടന്നത്. കോൺഗ്രസ് സർക്കാരും UPAയും തമ്മിൽ അടിപിടിയാണെന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ രാഹുലിന്റെ പ്രകടനം കാരണമായി. ഇതിനു പിന്നാലെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ UPA വമ്പൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. സ്വന്തം പാർട്ടിയിൽ നിന്ന് വേണ്ടുവോളം അപമാനം നേരിട്ട ആളാണ് മൻമോഹൻ സിംഗ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.